അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവർ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിയിട്ടുള്ളത് ഇന്ന് മെയ് 1 തൊഴിലാളി ദിനമാണ്. ഈ തൊഴിലാളി ദിനത്തിൽ ബഹുമാന്യനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് STUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള സാഹിബ് ചന്ദ്രിക ദിനപത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ലേഖനം ഇന്ന് മെയ് ദിന സന്ദേശമായി ഇന്ന് നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വീഡിയോയിൽ അവതരിപ്പിക്കുകയാണ്. വികസനത്തിലും പുരോഗതിയിലും തൊഴിലാളികൾ വഹിക്കുന്ന പങ്കിനെ ആദരിച്ചും അവകാശ പോരാട്ടങ്ങളുടെ സ്മൃതികൾ ഉയർത്തിയും സർവ്വദേശീയമായി നടത്തുന്ന ആഘോഷമാണ് മെയ് ദിനം. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന മുദ്രാവാക്യം ഉയർത്തി 1986 മെയ് 1 മുതൽ 4 വരെ ചിക്കാഗോയിലെ ഹേ മാർക്കറ്റിൽ പടിമുടക്കി സമാധാനപരമായി പ്രകടനം നടത്തിയ തൊഴിലാളികൾക്ക് നേരെ ആരോ ബോംബ് വലിച്ചെറിഞ്ഞു. ബോംബ് പൊട്ടിത്തെറിച്ച് തുടർന്ന് പോലീസ് നടത്തിയ വെടിവെപ്പിൽ 4 തൊഴിലാളികളും ഒരു പോലീസുകാരനും കൊല ചെയ്യപ്പെട്ടു. ഈ സംഭവത്തിൽ 4 തൊഴിലാളികളെ വിചാരണ കൂടാതെ തൂക്കിലേറ്റി. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും അതിൻ്റെ തീരായി ഭരണകൂട മർദ്ദനങ്ങളും ഉണ്ടായി. 8 മണിക്കൂർ ജോലി എന്നത് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടു. 1904 ആംസ്റ്റർഡാമിൽ നടന്ന സോഷ്യലിസ്റ്റ് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ സർവ്വദേശീയ യോഗമാണ് മെയ് 1 തൊഴിലാളി ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി മെയ് ദിനം ആഘോഷിക്കുന്നത് 1923 മദിരാശിയിലാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പുരോഗമിച്ചപ്പോൾ തൊഴിലുടമകൾക്ക് വ്യവസായങ്ങൾ നടത്തി പോവാൻ ഒരു തൊഴിലാളിയെ പോലും ആവശ്യമില്ലെന്ന് സാഹചര്യം വളർന്നു വന്നു. അവർ ചെയ്യുന്ന മിക്ക ജോലികളിലും യന്ത്രങ്ങളും യന്ത്രമനുഷ്യരും കൂടുതൽ എളുപ്പത്തിൽ വേഗത്തിലും ചെയ്യാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എല്ലാ തൊഴിൽ മേഖലകളിലും തൊഴിലാളിയുടെ ബുദ്ധിക്കും അധ്വാനശേഷിക്കും പകരമായി തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. മികവും നൈപുണ്യവും കൊണ്ട് മികച്ചു നിൽക്കുന്ന തൊഴിലാളിക്ക് ഇനി തൊഴിലിടങ്ങളിൽ പിടിച്ചു നിൽക്കാനാവൂ എന്നുള്ളൊരവസ്ഥയാണ് ഇന്നുള്ളത്. ഈ സാഹചര്യം തൊഴിൽ രഹിതരായ ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാക്കിയിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് തൊഴിൽ മേഖലകളിലും പുതിയ മാറ്റങ്ങൾ സ്വാഭാവികമാണ്. ഈ മാറ്റങ്ങൾ മൂലം പുറന്തള്ളപ്പെടുന്നവരെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവേണ്ടതുണ്ട്. IT കമ്പനികളിൽ ആകർഷണീയമായ വേതനത്തോടെ ജോലിക്ക് കയറുന്ന യുവാക്കൾ അസഹ്യമായ ജോലിഭാരം കൊണ്ട് ജീവനൊടുക്കി കൊണ്ടിരിക്കുന്ന വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു. മെയ് ദിന പോരാട്ടത്തിൻ്റെ 139 വർഷം ആഘോഷിക്കുമ്പോൾ തൊഴിൽ മേഖല ഒന്നിനും ഒരു ഉറപ്പുമില്ലാത്ത പഴയ കാലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരം തൊഴിൽ സമ്പ്രദായം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തൊഴിൽ നിയമങ്ങൾ തൊഴിലുടമകൾക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടി മാറ്റിയെഴുതുകയും ചെയ്യുന്നു. ഇതാണ് ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നത്. അഴിമതിയും സ്വജനപക്ഷപാതവും ഇടതുഭരണത്തിൻ്റെ മുഖമുദ്രയായി മാറിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധതയെ ഒരേപോലെ തുറന്നു കാണിക്കാൻ നാം പ്രതിജ്ഞാബദ്ധമാണ്. എന്നാൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ദേശീയ പ്രാധാന്യം നാം ഉയർത്തിപ്പിടിക്കുകയും വേണം. മെയ് ദിന ചരിത്രം സാമ്രാജ്യത്വത്തെ ഫാസിസ്റ്റ് ശക്തികൾക്കും ജനദ്രോഹ ഭരണങ്ങൾക്കും എതിരായ പോരാട്ടത്തിൽ എന്നും കരുത്തേകുന്നതാണ്. എല്ലാവർക്കും മെയ് ദിന ആശംസകൾ നേരുകയാണ്. ബഹുമാന്യനായ STUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയങ്കരനായ അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള സാഹിബ് ഇന്ന് ചന്ദ്രിക ദിനപത്രത്തിൽ മെയ് 1 ഇന്നത്തെ മെയ് ദിനത്തെക്കുറിച്ച് അദ്ദേഹം വിവരിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. തൊഴിലാളി ദിനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലേഖനം എഴുതിയ പ്രിയ നേതാവിനെ
അഭിനന്ദിക്കാൻ കൂടി ഈ സമയത്ത് ഞാൻ മുന്നോട്ട് വരികയാണ്. സംഘടനാ തലത്തിൽ ഊർജ്ജസ്വലമായി സ്വന്തം തൊഴിലാളി യൂണിയൻ STUവിനെ കരുത്തോടെ ഞങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന പ്രിയ നേതാവിനെ 1000 നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ മെയ് ദിന സന്ദേശം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഏവർക്കും മെയ് ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് STU.